അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ടുഡേ ആണ്. അപ്പൊ പ്രീവിയസ് സെഷനിൽ നമ്മൾ എന്തൊക്കെയാ മക്കളെ ഡിസ്കസ് ചെയ്തത്? അപ്പോ സ്റ്റീരിയോ ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും തമ്മിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റിംഗ് ഓവർ എ ലോങ് ഇയേഴ്സ് ബാക്ക് അല്ലെ, എന്ന് വെച്ചാൽ ലോങ് ഇയേഴ്സ് അഗോ, എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇപ്പം വരെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ടുഡേ, ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിലെ സ്കൂളിംഗ് അതിന്റെ എഡ്യൂക്കേഷൻ പാറ്റേൺ എങ്ങനെയാ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പൊ സ്ലൈഡിലേക്ക് നോക്കിക്കേ മക്കള്. ടുഡേ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അറ്റൻഡ് സ്കൂൾ ഇൻ ലാർജ് നമ്പേഴ്സ്. ഇപ്പോഴത്തെ പ്രസന്റ് സമൂഹത്തിൽ, പ്രസന്റ് സൊസൈറ്റിയില് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ എന്ന് വെച്ചാല് കൂടുതൽ ആളുകൾ ഇപ്പൊ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. Yet, as we will see, there still remain differences between the education of boys and girls. ഇപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഇൻഇക്വാലിറ്റീസ്, ഡിസ്ക്രിമിനേഷൻ ഈസ് ഈവൻ എക്സിസ്റ്റിംഗ് ടുഡേ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ്, ഗേൾസ് സ്കൂൾ ഉണ്ട്, ബോയ്സ് സ്കൂൾ ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേഷൻ. അപ്പൊ ലീഡേഴ്സ് വരുമ്പോ, ഇപ്പൊ മിക്സഡ് സ്കൂളിലാണെങ്കിൽ ബോയ്സും ഗേൾസും ഉണ്ടാവും. ലീഡേഴ്സിന് മേക്ക് ചെയ്യുമ്പോൾ ആൺകുട്ടികൾക്കാണ് മെയിൻലി ഹെഡ് ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള കുറെ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ. ഓക്കെ, അതാണ് ടുഡേ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് അറ്റൻഡ് സ്കൂൾ ഇൻ ലാർജ് നമ്പേഴ്സ്. യെറ്റ് ആസ് we will see there still remain differences between boys and girls in schools. Okay, അപ്പോ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്, അപ്പൊ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ടതല്ലേ? ഓക്കെ, ആ ഒരു ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഇന്ത്യ ഹാസ് എ സെൻസസ് എവറി 10 years. ഇന്ത്യ സെൻസസ് എടുക്കാറുണ്ട്. എല്ലാ വീടുകളിലും വന്നിട്ട് എങ്ങനെയാണ് സെൻസസ് എന്ന് പറയുമ്പോ, ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏജ്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ അല്ലെ ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കും. 10 വർഷത്തിൽ കൂടുമ്പോ സെൻസസ് എടുക്കാറുണ്ട് അല്ലെ ഇന്ത്യയില്. അപ്പൊ വിച്ച് കൗണ്ട്സ് the whole population of the country. അങ്ങനെ അവർ കൗണ്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തെ എത്ര ജനസംഖ്യയുണ്ട്, എത്ര പേര് ലിറ്ററസി അക്വയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സെൻസസ് എടുക്കുന്നത് അല്ലെ. ഇറ്റ് ഓൾസോ ഗാദേഴ്സ് ദ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ പീപ്പിൾ ലിവിംഗ് ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് അവർ ഗാദർ ചെയ്യുന്ന ഇൻഫോർമേഷൻ സെൻസസ് ബേസ്ഡ് ആയിട്ട്? their age, schooling and what work they do and so on. അവരുടെ വയസ്സും അവരുടെ സ്കൂളിങ്ങും അല്ലെ, എത്ര പേരെ പഠിച്ചിട്ടുണ്ട്, എന്ത് ജോബാണ് ചെയ്യുന്നത് എന്ന് അവർ ലിസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ മക്കൾക്ക് റേഷൻ കാർഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് സെൻസസും അവര് ചോദിക്കുന്നത്, അതേ ലിസ്റ്റ് പോലെ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ? ഇന്ത്യ ഹാസ് എ സെൻസസ് എവറി 10 years which counts the whole population of the country. It also gathers detailed information about the people living in India, their age and schooling and what work they do and so on. Okay, അവർ ഈ സെൻസസ് ബേസ്ഡ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത് മക്കളെ? വി യൂസ് ദിസ് ഇൻഫോർമേഷൻ ടു മെഷർ മെനി തിങ്സ്. കുറെ കാര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്തൊക്കെ? ഇറ്റ് ഈസ് ലൈക്ക് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ, എത്ര പേർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്നും, ആൻഡ് ദ റേഷ്യോ ഓഫ് മെൻ ആൻഡ് വുമൻ. ഒരു സൊസൈറ്റിയിൽ കൂടുതൽ ആൺകുട്ടികളാണോ കൂടുതൽ പെൺകുട്ടികളാണോ എന്നൊരു വ്യത്യാസം കണ്ടുപിടിക്കാനും സെൻസസ് ബേസ്ഡ് കളക്ഷന് പറ്റുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ, and according to the 1961 census, 1961 സെൻസസിന്റെ ഇൻഫോർമേഷൻ നമുക്ക് നോക്കിയാലോ, about 40% of all boys and men 7 years old and above, എന്ന് വെച്ചാൽ 40% ആൺകുട്ടികളിൽ അതുപോലെ തന്നെ പുരുഷന്മാരില് 7 years old and above were literate. എന്ന് വെച്ചാൽ 7 വയസ്സിന് മുകളിലുള്ള കുറെ പേര് പുരുഷന്മാർക്കിടയിൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് തെളിഞ്ഞിട്ടുണ്ട്. They could at least write their names. അവർക്ക് എന്താണ്, അത്യാവശ്യം അവരുടെ പേരെങ്കിലും എഴുതാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു ജസ്റ്റ് 15% of all girls and women. അപ്പോ ആ ഒരു ടൈമില് എന്താണ്, 40% ഓഫ് ബോയ്സ് ആൻഡ് മെന്നിന് വിദ്യാഭ്യാസം ഉണ്ട്. ആ ഒരു ടൈമില് എന്താണ്, 50% ഓൺലി വിമൻ ആൻഡ് ഗേൾസ് ഇസ് എക്സിസ്റ്റിംഗ് ആസ് ലിറ്ററേറ്റ് ഓർ ദാറ്റ്
based information. Okay, appo endha nammal parna, we use this information to measure many things like number of literate people and the ratio of men and women. And according to 1961 census, about 40% of all boys and men were literate, and they could at least write their names compared to the 15% of all girls and women. Avada 40% 1961 എന്താ റേഷ്യോ ബേസ്ഡ് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളാണ് കൂടുതൽ, പുരുഷന്മാരാ കൂടുതൽ. അതിൽ 50% മാത്രമേ സ്ത്രീകളുള്ളൂ അന്നത്തെ സെൻസസ് പ്രകാരം എന്നാണ് കേട്ടോ അനലൈസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ 2011 സെൻസസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് നോക്കിയാൽ, എന്തൊക്കെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആ വന്നത്. ഇൻ ദ മോസ്റ്റ് റീസെന്റ് സെൻസസ് ഓഫ് 2011, ദീസ് ഫിഗേഴ്സ് ഹാവ് ഗ്രോൺ ടു 82% ഫോർ ബോയ്സ് ആൻഡ് മെൻ ആൻഡ് 65% for girls and women. അങ്ങനെ സെൻസസ് 2011 ഇവരുടെ റേഷ്യോ കൂടി, പുരുഷന്മാരുടെ അംഗസംഖ്യ കൂടി. ഇറ്റ് വാസ് 82% ആയി. അപ്പൊ സ്ത്രീകൾ 65% ആയിട്ട് ഉയർന്നു. 15%ൽ നിന്ന് 65ലേക്ക് ഉയർന്നു. 40%ൽ നിന്ന് പുരുഷന്മാര് 82%ലേക്ക് അവരുടെ അംഗസംഖ്യ കൂടി അല്ലെ. അതാണ് പറയുന്നത് ഇൻ ദ മോസ്റ്റ് റീസെന്റ് സെൻസസ്. നമ്മൾ കമ്പയർ ചെയ്യാണ് 1961 സെൻസസും 2011 സെൻസസും തമ്മിൽ. എത്ര പെർസെന്റേജ് മെൻ ആണ് കൂടിയത്, എത്ര പെർസെന്റേജ് സ്ത്രീകളാണ് കൂടിയത് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. ഇൻ ദ മോസ്റ്റ് റീസെന്റ് സെൻസസ് ഓഫ് 2011, these figures have grown to 82% for boys and men and 65% for girls and women. Okay, അതാണ് നമ്മൾ ഒന്നുകൂടെ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്. ദിസ് മീൻസ് ദാറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൻ ഹു ആർ നൗ ഏബിൾ ടു റെഡ് ആൻഡ് ഹാവ് അറ്റ്ലീസ്റ്റ് സം എമൗണ്ട് ഓഫ് സ്കൂളിംഗ് ഹാസ് ഇൻക്രീസ്ഡ്. എന്ന് വെച്ചാല് ഈ ഒരു പെർസെന്റേജിൽ കാണിക്കുന്നത് എന്താണ്, 2011 സെൻസസ് പ്രകാരം എന്ന് വെച്ചാൽ 82% ആണുങ്ങൾക്കും എന്തുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്. 65% 65% പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ദിസ് മീൻസ് ദാറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൻ ഹു ആർ നൗ ഏബിൾ ടു റെഡ് ആൻഡ് ഹാവ് അറ്റ്ലീസ്റ്റ് സം എമൗണ്ട് ഓഫ് സ്കൂളിംഗ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. ബട്ട് as you can also see, നിങ്ങൾക്ക് കാണാം എന്താ, the percentage of male group is still higher than female group. ഇന്നും ശതമാനത്തിൽ എന്താണ്, പുരുഷന്മാരെ സ്ത്രീകളെക്കാൾ മുൻപന്തിയിലാണ് അംഗസംഖ്യയിൽ. the gap has not gone away. ആ ഒരു ഗ്യാപ്പ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് പറയുന്നത്. it is, but you can also see the percentage of male group is still higher than that of female group. The gap has not gone away. ആ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി ഇന്നും പോയിട്ടില്ല. ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിലും അത്ര ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് മക്കൾ നോക്കിക്കേ. SC and ST girls have school at a rate that is higher than the category all girls, means that girls who are from Dalit and Adivasi background are less likely to remain in school. ഇപ്പൊ SC ST girls എന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോ, ഇതിൻ്റെതായിട്ട് പൈസ ഇല്ലാതെ വരുമ്പോ സ്കൂൾസിൽ നിന്ന് അവരെന്ത് ചെയ്യും, ലീവ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം അവരുടെ അവരുടെ ലൈഫും അതുപോലെ തന്നെ എല്ലാം ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കുറെ പേര് സ്കൂൾ വിട്ടു പോകുന്നു. ആ ഒരു ഇത് കാണുന്നുണ്ട്. പിന്നെയോ ദളിത് വിഭാഗത്തിലുള്ള കുട്ടികൾ, ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളൊന്നും സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി വരാത്തൊരു ഇതും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. SC and ST girls leave school at a rate that is higher than the category of all girls, means that girls who are from എന്ന് വെച്ചാൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരാൻ മടിക്കുന്നു എന്നാണ് പറയുന്നത്. മെയിൻലി അവരിങ്ങനെ മറ്റുള്ള ഗേൾസ് അല്ലെങ്കിൽ മറ്റുള്ള ബോയ്സ് അവരെ പരിഹസിക്കും എന്ന് വിചാരിച്ചിട്ടാവാം, എന്തെങ്കിലും ആവാം അല്ലെ, എന്തെങ്കിലും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസും ആവാം അല്ലെ. ഓക്കെ, SC and ST girls leave school at a rate that is higher than the category of all girls, means that girls who are from Dalit and Adivasi backgrounds are less likely to remain in school. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ച് അവരുടെ കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ വീടുകളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന കുട്ടികളായിരിക്കും. ഓക്കെ, ഒന്നാമത് അവർക്ക് എന്തില്ല,
ഈ സൊസൈറ്റി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്തരക്കാർക്ക് സ്കൂളിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല, അവരെ എപ്പോഴും എന്താ സപ്രസ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ചിന്തിച്ചിട്ടാവാം കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തത് അല്ലെ. ഓക്കെ, based upon the 2011 census also found that Muslim girls are less likely than SC and ST girls to complete primary schools. ഓക്കെ, മുസ്ലിം ഗേൾസും അല്ലെ പെൺകുട്ടികളും ഒരു ഇത് കഴിഞ്ഞാൽ സ്കൂൾ വിട്ടാൽ പിന്നെ അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോവാത്ത അവസ്ഥ, അവർ നേരിട്ട് മാരേജ് ചെയ്തിട്ട് പിന്നെ അവരുടെ കുടുംബം പുലർത്തുന്നു എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാത്ത അവസ്ഥ കാണുന്നു. 2011 സെൻസസിൽ കുറെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണെന്നാ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് based upon 2011 census also found that Muslim girls are less likely than SC and ST girls to complete primary school. അവരെ പോലെ തന്നെ ദളിത് ആൻഡ് ST ഗേൾസ് പോലെ തന്നെ മുസ്ലിം ഗേൾസും അവരുടെ പഠനം നിർത്തിയിട്ട് മാരേജിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ജോബ്സിലേക്ക് നേരിട്ട് പോകുന്നു എന്നാണ് ഈ ഒരു സെൻസസ് പ്രകാരമുള്ള ഇൻഫോർമേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് next, നോക്കിക്കേ, while a Muslim girl is likely to stay in school for around 3 years and girls from other communities spend around 4 years in school. എന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിം ഗേൾസ് ഇപ്പോ ഒരു സ്കൂളിൽ ഒരു 3 വർഷമാണ് നിന്നെങ്കിൽ ബാക്കിയുള്ള അതർ കമ്മ്യൂണിറ്റീസിലുള്ള കുട്ടികൾ 4 വർഷമൊക്കെയാണ് സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നത്. There are several reasons why children from Dalit, Adivasi, Muslim community leave school. പല കാരണങ്ങൾ കൊണ്ട് ദളിത് വിഭാഗത്തിൽ പെടുന്ന കുട്ടികളും അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽ പെടുന്ന കുട്ടികളും മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന കുട്ടികളും സ്കൂൾ ലീവ് ചെയ്യാൻ അല്ലെ സ്കൂളിൽ നിന്ന് പോകാൻ കാരണം പല കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത്. Okay, it is while a Muslim girl is likely to stay in school for around 3 years, only 3 years മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ മുസ്ലിം ഗേൾസ് എന്നാണ് പറയുന്നത്. മറ്റു കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികൾ 4 വർഷമെങ്കിലും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. Okay, there are several reasons why children from Dalit, Adivasi and Muslim communities leave school. Okay, if a school is not close to people's home, if a school is not close to people's home and there is no transport like buses or vans, parents may not be willing to send their schools to schools. Okay, ഇപ്പൊ പെൺകുട്ടികളെ ഓരോ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള സ്കൂളിലായിരിക്കും പെൺകുട്ടികളൊക്കെ ചേർത്ത്, അത് അവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവരെ ചേർത്ത്. ഇപ്പൊ ബസ്സും വാനും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ പെൺകുട്ടികളെ സ്കൂളിലെ വിടാത്തൊരു അവസ്ഥയായനെ. ആൻഡ് മെനി ഫാമിലീസ് ആർ ടു പുവർ ആൻഡ് unable to bear the cost of educating all their children. മറ്റൊരു റീസൺ എന്താണ്? അപ്പൊ 2 റീസൺ കണ്ടു. പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ പേടി. ഒന്നാമത് എന്താണ്? സ്കൂൾസ് ദൂരെയാണെങ്കിൽ അവരെ പറഞ്ഞയക്കില്ല, വീട്ടുകളിൽ പണിയൊക്കെ എടുത്ത് നിൽപ്പിക്കുന്നു, പണ്ടത്തെ കാര്യമാണ് കേട്ടോ. ആൻഡ് ബസ്സും വാനൊന്നും ഇല്ലെങ്കിൽ അതും ആർക്കൊന്നും ഇവരെ കൊണ്ടാക്കാനുള്ള ഇതില്ല. അതുപോലെ തന്നെ എന്താണ്, കുറെ കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലുള്ള കുട്ടികളെ പറഞ്ഞയക്കാൻ പോലും അവർക്ക് ത്രാണിയില്ലാത്ത അവസ്ഥ. If a school is not close to people's home, there's no transport like bus or vans. അല്ലെ, if a school is not close to people's home and there is no transport like buses or vans, parents may not be willing to send their girls to school. Okay, and many families are too poor and unable to bear the cost of educating all their children. Okay, next slide, first point മക്കളെ നോക്കിക്കേ, ബോയ്സ് മേ ഗെറ്റ് പ്രിഫറൻസ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു ഇതിലും കൂടുതൽ മുൻതൂക്കം ആർക്കാണ്? ആൺകുട്ടികൾക്കാണ് അല്ലെ. ഓക്കെ, next point, many children also leave school because they are discriminated against by their teacher and classmate. ഇപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ദളിത് മഹർ കാസ്റ്റിൽപ്പെട്ട ആളായിരുന്നു അല്ലെ. അദ്ദേഹം സ്കൂളിൽ പോയപ്പോ അദ്ദേഹത്തിന് ദളിത് ഗ്രൂപ്പിലുള്ള ആൺകുട്ടി എന്ന രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു അല്ലെ. എന്നിട്ട് ക്ലാസിന്റെ സൈഡിൽ ചാക്ക് വിരിച്ചിട്ടാണ് ഇരുത്തിയത്. അതുകൊണ്ടാണ് എന്താണ് മെനി സ്കൂൾസിൽ എന്താണ് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ആവാം കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തത് അല്ലെ. ആദിവാസി ദളിത് ഗ്രൂപ്പിലുള്ള കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ മക്കളെ? ബോയ്സ് മേ ഗെറ്റ് പ്രിഫറൻസ് ഇൻ ദിസ് സിറ്റുവേഷൻ. Many children also leave school because they are discriminated against by their teacher and classmate. അത് മറ്റൊരു കാരണമാവാം അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് വിമൻസ് മൂവ്മെന്റ് അല്ലെ. സ്ത്രീകളുടെ നവോത്ഥാനം, എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് സ്ത്രീകൾ കൊണ്ടുവന്ന അവരുടെ അവകാശങ്ങൾ എല്ലാം നേടിയെടുക്കാനായിട്ട് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇന്നത്തെ കാലഘട്ടത്ത് വിമൻ ആൻഡ് ഗേൾസ് ഹാവ് ദ റൈറ്റ് ടു സ്റ്റഡി ആൻഡ് ഗോ ടു സ്കൂൾ അല്ലെ. ഇന്നത്തെ കാലഘട്ടത്ത് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കാനുള്ള അവകാശമുണ്ട്. ആൻഡ് ദർ ആർ അതർ സ്ഫിയേഴ്സ് ലൈക്ക് ലീഗൽ റിഫോം ആൻഡ് വയലൻസ്, health, where the situation of women and girls should be improved. എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം സ്ത്രീകളുടെ ഇത് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്തൊക്കെയാണ്? ലീഗൽ റിഫോംസ് ഷുഡ് ബി there in order to protect the rights of women. പിന്നെയോ the violence against women should be stopped. പിന്നെ ഹെൽത്ത് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ഓക്കെ, പിന്നെ ദിസ് ചേഞ്ചസ് ഹാവ് നോട്ട് ഹാപ്പൻഡ് ഓട്ടോമാറ്റിക്കലി. ഇത് നല്ല രീതിയിൽ അവര് വിചാരിച്ച് നടക്കുമോ? ഇല്ല. വിമൻ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി ഹാവ് സ്ട്രഗിൾ ടു ബ്രിങ് അബൌട്ട് ദ ചേഞ്ചസ്. അതിനു വേണ്ടിയിട്ട് അവർ ഒറ്റയ്ക്ക് അണിനിരന്നു. അതാണ് വിമൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഒരുമിച്ച് കൂട്ടത്തോടെ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കണം എന്തൊക്കെ? ദ ലീഗൽ റിഫോംസ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് ദം ആൻഡ് ഹെൽത്ത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? വിമൻ ആൻഡ് ഗേൾസ് നൗ ഹാവ് ദ റൈറ്റ് ടു സ്റ്റഡി ആൻഡ് ഗോ ടു സ്കൂൾ ആൻഡ് ദർ ആർ അതർ സ്പിയേഴ്സ് ലൈക്ക് ലീഗൽ റിഫോംസ്, violence and health, where the situation of women and girls should be improved, and these changes have not happened automatically. Women individually and collectively have struggled to bring about these changes. അതാണ് വിമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. സ്ത്രീകൾ ഒരാള് മുന്നിട്ടിറങ്ങും, മറ്റുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? അവരുടെ പ്രശ്നങ്ങളും എക്സ്പീരിയൻസും പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നു. ഇറ്റ് ഇസ് വിമൻസ് മൂവ്മെന്റ്. വോട്ട് ഫോർ വിമൻ എന്ന് പറയുന്നു അല്ലെ. വോട്ടിംഗ് അവകാശം നേടിയെടുക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള സ്ട്രഗിൾ എന്ന് പറയുന്ന പേരെന്താ മക്കളെ? ദിസ് സ്ട്രഗിൾ ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ഇറ്റ് ഈസ് വിമൻസ് മൂവ്മെന്റ്. ഇതിനെയാണ് വിമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ വിമൻ അല്ലെ ആൻഡ് വിമൻസ് ഓർഗനൈസേഷൻ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആർ പാർട്ട് ഓഫ് ദ മൂവ്മെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ അണിനിരന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി. അതാണ് വിമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. വോട്ടവകാശമായിക്കോട്ടെ, അതുപോലെ തന്നെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അല്ലെ ഒരു പ്രക്ഷോഭമായിക്കോട്ടെ, ഇതൊക്കെ വിമൻസ് മൂവ്മെന്റിലാണ് പെടുന്നത്. രാജ്യത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതിൽ പ്രവർത്തിക്കുന്നു അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ദിസ് സ്ട്രഗിൾ ഈസ് നോൺ ആസ് ദ വിമൻസ് മൂവ്മെന്റ് ആൻഡ് ഇൻഡിവിജ്വൽ വിമൻ ആൻഡ് വിമൻസ് ഓർഗനൈസേഷൻ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആർ പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെനി മെൻ സപ്പോർട്ട് ദ വിമൻസ് മൂവ്മെന്റ്. കുറെ പുരുഷന്മാരും ഈ ഒരു സ്ട്രഗിളിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദി ഡൈവേഴ്സിറ്റി, passion and efforts of those involved make it very vibrant movement. കുറെ ആളുകൾ ഒത്തുകൂടി എന്ന് വെച്ചാൽ ഏത് സെക്ഷൻ എന്നില്ല, എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾ വന്ന് ഒത്തുകൂടി ഈ ഒരു മൂവ്മെന്റിനെ ബൂസ്റ്റപ്പ് ചെയ്തപ്പോൾ വലിയൊരു പ്രക്ഷോഭമായി മാറി ഇത്തരത്തിലുള്ള വിമൻസ് മൂവ്മെന്റ് എന്നാണ് കേട്ടോ പറയുന്നത് മക്കളെ. ഓക്കെ, it is many men support the women's movement as well, and the diversity, passion and effort, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് പല അവകാശങ്ങളും സ്ത്രീകൾ നേടിയെടുത്തത്. ലൈക്ക് വോട്ടിംഗ് rights, right to education, right to over the inheritance properties like that. Okay, and next one, it is the future is still female. എന്ന് വെച്ചാൽ ഫീമെയിൽ ഇല്ലെങ്കിൽ ഈ സൊസൈറ്റി നിലനിൽക്കില്ല അല്ലെ, അതാണ് പറയുന്നത്. ഓക്കെ, and different strategies have been used to spread awareness. പല സ്റ്റെപ്സും അവർ എടുത്തു ഇത്തരത്തിലുള്ള വിമൻസ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് പല സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫൈറ്റ് ഡിസ്ക്രിമിനേഷൻ, ആളുകളിലേക്ക് അവയർനെസ്, ബോധവൽക്കരണം കൊണ്ടുവരികയാണ്. സ്ത്രീകൾക്ക് ഒരു മൂല്യം നിങ്ങൾ കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദേ ഓൾസോ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അവർക്കെതിരെ പല ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ഇപ്പൊ ജോബിന് പോവുകയാണെങ്കിൽ അവർക്ക് എന്തില്ല, കുറഞ്ഞ സാലറി, പുരുഷന്മാർക്ക് കൂടുതൽ സാലറി അല്ലെ, അങ്ങനെ. ആൻഡ് ഓൾസോ സീക്ക് ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് വിമൻസ് മൂവ്മെന്റ് അല്ലെ. ആൻഡ് ഹിയർ ആർ സം ഗ്ലിംസസ് ഓഫ് ദി സ്ട്രഗിൾ. ഈ സ്ട്രഗിളിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ അറിയാം. അപ്പൊ എന്തൊക്കെയാണ്? ദി ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഓഫ് ദിസ് വിമൻ മൂവ്മെന്റ് ഇസ് ടു സ്പ്രെഡ് അവയർനെസ് and also to fight discrimination and to seek justice. Okay, next one, അതിനു വേണ്ടിയിട്ട് ഈ വിമൻസ് മൂവ്മെന്റിന്റെ ഭാഗമായി എന്തൊക്കെ സ്റ്റെപ്പാണ് അവർ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിനിങ്, ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കി. ഇറ്റ് ഈസ്
campaigns to fight discrimination, ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങള് വേർതിരിവ് ഇല്ലാതാക്കാൻ വേണ്ടി ബോധവൽക്കരണം നൽകുക. ആൻഡ് ഓൾസോ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിമൻസ് മൂവ്മെന്റിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, and the campaigns have also led to new laws being passed. പുതിയ നിയമങ്ങൾ വന്നു, സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ വന്ന് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന നിയമങ്ങളും ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ക്യാമ്പയിനിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് വിമൻസ് മൂവ്മെന്റ് in order to fight against discrimination, violence against women. Next, campaign also led to new laws being passed. കുറെ നിയമങ്ങൾ ഇതിന്റെ ആസ്പദമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോപ്പ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പാടില്ല, നിർത്തണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞാലോ മക്കളെ? A law was made in 2006. അല്ലെ, 2006 നിയമം വന്നത് അല്ലെ. എന്താണ്? women who face physical and mental violence within their homes. എന്ന് വെച്ചാൽ സ്ത്രീകൾ അവരുടെ വീടുകളിൽ തന്നെ പല പീഡനങ്ങൾക്ക് ഇരയാവുന്നു എന്നാണ് പറയുന്നത്. സ്ത്രീകൾ വീടുകൾക്കുള്ളിൽ തന്നെ ഇപ്പൊ ഭർതൃഗൃഹത്തിൽ പോയ കല്യാണം കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീധനത്തിന് പേരിലുള്ള പീഡനം, അല്ലാതെയുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ എന്ത് ടേമാ പറയാ? ഡൊമസ്റ്റിക് വയലൻസ്. അതിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ, ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് 2006 ഒരു ലോ കൊണ്ടുവന്നത് ഗവൺമെന്റ്. ഓക്കെ, a law was made in 2006 to give women who face physical and mental violence within their homes is called as domestic violence, and it is for their legal protection. Okay, and next slide. Similarly, efforts made by women's movement led the Supreme Court to formulate guidelines in 1997 to protect. അങ്ങനെ ഈ വിമൻസ് മൂവ്മെന്റിന്റെ എഫോർട്ട് കൊണ്ട് സുപ്രീം കോർട്ടിൽ അവരെന്ത് ഒരു ലോ കൊണ്ടുവരാൻ നിർബന്ധിതരായി 1997. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് വിമൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് ദ വർക്ക് പ്ലേസ്. അല്ലെ, എന്ന് വെച്ചാൽ അവർ പണിയെടുക്കുന്ന സ്ഥലത്ത് അവർ അനുഭവിക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെതിരെ, വിത്തിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ അനുഭവിക്കുന്ന വേർതിരിവുകൾക്കെതിരെ ഒരു സ്ട്രോങ് ലോ സുപ്രീം കോർട്ട് 1997 പാസ് ചെയ്തു. ഇറ്റ് ഈസ്, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് efforts made by women's movement led the Supreme Court to formulate guidelines in 1997 to protect women against sexual harassment at the workplace and within the educational institutions. Okay, അങ്ങനെ 1980s ആയപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഫോർ എക്സാമ്പിൾ, വിമൻസ് ഗ്രൂപ്പ് അക്രോസ് ദ കൺട്രി സ്പോക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡൗറി ഡെത്ത്. പല സ്ഥലത്ത് സ്ത്രീകളുടെ കൂട്ടായ്മ വന്നു. 1980s ആ ഒരു വർഷം വന്നപ്പോ എന്തിനു വേണ്ടി അവർ പോരാടി? സ്ത്രീധന പീഡനത്തിനിരയാക്കുന്ന, സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനത്തിനിരയാക്കുന്ന അല്ലെ ഭാര്യമാർക്ക് വേണ്ടി, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറെ ഇത് കൊണ്ടുവന്നു. അല്ലെ, കേസസ് ഓഫ് യങ് ബ്രൈഡ്സ് ബീങ് മേർഡേർഡ് ബൈ ദിയർ അമ്മായിമ്മമാര്, ഭർത്താവ് അവരെ പീഡിപ്പിക്കുന്നതിനെതിരെ അവർ വന്നു. ഗ്രീഡി ഫോർ മോർ, കൂടുതൽ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവർ പീഡനത്തിനിരയാക്കുന്നു. ഇറ്റ്സ് ലൈക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഫിസിക്കൽ വയലൻസ്. അതിനെതിരെ എന്ത് കൊണ്ടുവന്നു? അവർ വിമൻസ് ഗ്രൂപ്പ് കൂട്ടായ്മ തുടങ്ങി. വിമൻസ് ഗ്രൂപ്പ് സ്പോക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഫെയിലിയർ ടു ബ്രിങ് ദീസ് കേസസ് ടു ജസ്റ്റിസ്. ഇത്തരം കേസസ് ഇന്നും അന്നും കൂടി വരുന്നു. പക്ഷെ ഇതിനെതിരെ ഒരു ലോ ഇന്നും കറക്റ്റ് രീതിയിൽ നടപ്പിലാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഇൻ ദ 1980s, ഫോർ എക്സാമ്പിൾ, വിമൻസ് ഗ്രൂപ്പ് അക്രോസ് ദ കൺട്രി സ്പോക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ഡൗറി ഡെത്ത് ഇൻ കേസസ് ഓഫ് യങ് ബ്രൈഡ്സ് അല്ലെ being murdered by their in-laws or husbands, greedy for more dowry, and women's group spoke out against the failure to bring these cases to justice. Okay, അവരെങ്ങനെയാണ് സ്ത്രീകൾ ഇതിനെതിരെ പോരാടിയത്? They did so by coming on to the street, റോഡിലേക്ക് ഇറങ്ങിയിട്ട് approaching the court, കോടതിയെ സമീപിച്ചു, and by sharing the information, നടന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. And eventually this became a public issue in the newspaper. ഇത് പിന്നെ എന്താവും? ന്യൂസ് പേപ്പറിലും സൊസൈറ്റി ഒക്കെ ഇതിനെ ഈ ഒരു ഇത് ഏറ്റെടുക്കും. And the dowry laws were changed to punish families who seek dowry. പിന്നെ എന്ത് ചെയ്തു? ഇത്തരത്തിൽ സ്ത്രീധനം ചോദിക്കുന്നത് വാങ്ങുന്നത് നിർത്തലാക്കാൻ പറയുന്നുണ്ട്.
ഉണ്ടെങ്കിലും ഇന്നും പ്രസന്റ് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ന്യൂസസ് നമ്മൾ ന്യൂസ് പേപ്പറിലൂടെ ന്യൂസ് ചാനൽസിലൂടെ ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ് they did so by coming this movements organizers coming onto the street and approaching the courts. Okay, and this became a public issue in the newspapers and society, and the dowry laws were changed to punish families who seek dowry. Okay, ഇനി റേസിംഗ് അവയർനെസ്, ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ എത്തിക്കുക എന്നുള്ളത്. An important part of the women's movement എന്ന് പറയുന്നത് എന്താണ്? is to raise public awareness on women's rights issue. സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള പല മാനദണ്ഡങ്ങളും വിമൻസ് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൻഡ് ദ മെസ്സേജ് ഹാസ് ബീൻ സ്പ്രെഡ് ത്രൂ സ്ട്രീറ്റ് പ്ലേസ്. ഇങ്ങനെയുള്ള എന്താണ്, തെരുവ് നാടകങ്ങൾ നടത്തിയിട്ട്, സോങ്സ് പാടിയിട്ട്, പബ്ലിക് മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ട്, പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ട് അവരുടെ എക്സ്പീരിയൻസ് അവർ തുറന്നു പറയുന്നു അല്ലെ. ഇറ്റ് ഈസ് ദ one of the important part of women's movement is raising awareness അല്ലെ, awareness about women's rights issues. Okay, സ്ത്രീകൾ ഇന്നും കുറെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഇന്നും ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദ മെസ്സേജ് ഹാസ് ബീൻ സ്പ്രെഡ് ത്രൂ, അവരുടെ ആ ഒരു മെസ്സേജ്, ആ ഒരു ഇഷ്യൂസ് എന്തിലൂടെയൊക്കെയാണ് അവർ പുറം ലോകത്തേക്ക് കാണിക്കുന്നത്? ത്രൂ സ്ട്രീറ്റ് പ്ലേസ് ആൻഡ് സോങ്സ് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ്. ഓക്കെ, ഇതാണ് എന്തൊക്കെ ഈ വുമൻസ് റൈറ്റിന്റെ പ്രിൻസിപ്പിൾസ്, ഈ ഒരു വുമൻസ് മൂവ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാ മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വിമൻസ് റൈറ്റ്സ് അല്ലെ, വിമൻസ് റൈറ്റ്സ്. ആൻഡ് സെക്കൻഡ് വൺ, വിമൻസ് ലിബറേഷൻ. And third one, the time is now. ഈ സമയം ഇപ്പോഴാണ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കരുത്. എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോ സ്ത്രീകൾ നേടിയെടുക്കണം, അത് അവകാശങ്ങളാണെങ്കിലും. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, ആൻഡ് ഫൈറ്റ് ഫോർ റൈറ്റ്സ്. റൈറ്റ്, നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് പൊരുതണം. ഫൈറ്റ് ഫോർ റൈറ്റ്സ്. പിന്നെ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിനുള്ള എല്ലാ പദ്ധതികളും എല്ലാവരും കണ്ടക്ട് ചെയ്യണം. വിമൻ എംപവർമെന്റ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് മൂവ്മെന്റ്. എന്തൊക്കെയാണ്? ഇൻ ഓർഡർ ടു ഗെയിൻ ദ വിമൻസ് റൈറ്റ്, women's liberation, the time is now to gain or fight against the discrimination, gender equality, fourth one, and fifth one fight for rights, and sixth one to gain women's empowerment in all other fields. Okay, in the last topic we are going to discuss, it is protesting. Ellathinu protest cheya, silence is not a silence, എല്ലാത്തിനും സൈലൻസ് കീപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. നമുക്കെതിരെ എല്ലാവിധ വയലൻസും വന്നു വീഴും. അപ്പൊ എന്താണ്? പ്രൊട്ടസ്റ്റ് ചെയ്യുക. ദ വിമൻസ് മൂവ്മെന്റ് റേസസ് ഇറ്റ്സ് വോയിസ്. അവരവരുടെ ശബ്ദം ഉയർത്തുന്നു. എന്തിനൊക്കെ വേണ്ടി? ദ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ. ആൻഡ് വെൻ എ ലോ ഓർ പോളിസി ആക്ട് അഗെയിൻസ്റ്റ് ദിയർ ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഒരു ലോ ഇവർക്കെതിരെ തിരിഞ്ഞാണെങ്കിൽ അതിനെതിരെ പൊരുതാനുള്ള ഒരു പവർ ഇപ്പൊ സ്ത്രീകൾക്കുണ്ട്. അതിന് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സ്ത്രീകൾ അനുഭവിക്കും എന്തൊക്കെയാണ്? വോൾ പീപ്പിൾ ഓഫ് അവർ ഇന്ത്യ മെയിൻലി കണ്ടക്ട് ചെയ്യുന്ന പബ്ലിക് റാലീസ് കണ്ടക്ട് ചെയ്യുന്നു, ഡെമോൺസ്ട്രേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു അല്ലെ. സ്ത്രീകൾ പല റീജിയൻസിലായിട്ട്, ഇപ്പൊ അമേരിക്കയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, പല കൺട്രീസിലും സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും വോട്ടിംഗ് അവകാശം നേടിയെടുക്കാം. പണ്ട് മുതലേ പല കൺട്രീസിൽ ഇത്തരത്തിലുള്ള പബ്ലിക് റാലീസും ഡെമോൺസ്ട്രേഷൻസും ഒക്കെ നടക്കാറുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ പവർഫുൾ വേ ഓഫ് ഡ്രോയിങ് അറ്റൻഷൻ ടു ഇൻജസ്റ്റിസ്. ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ പൊരുതാനുള്ള രണ്ട് മാനദണ്ഡം conducting public rallies and demonstrations. Okay, അപ്പൊ പ്രൊട്ടസ്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇറ്റ് ഈസ് എ വിമൻസ് movement raises its voice against the violation against women take place, or for example when a law or policy act against their interest. And second point, public rallies and demonstration are very powerful way of drawing attention to ഇൻജസ്റ്റിസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് തൊട്ട് സ്റ്റീരിയോ ടൈപ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ രാജ് സുന്ദരി ദേവിന്റെ ഓട്ടോബയോഗ്രഫി, അമർ
ജിബാൻ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഇതിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത എന്താണ്? ദ സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് അല്ലെ? ദ സ്കൂളിംഗ് and education for girls. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വിമൻസ് മൂവ്മെന്റ് ആണ് അല്ലെ? വിമൻസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പ് എന്താണ് ഈ ഒരു വിമൻസ് മൂവ്മെന്റ് സ്ത്രീകളുടെ? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് റേസിംഗ് അവയർനെസ് അല്ലെ? റേസിംഗ് അവയർനെസ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള റേസിംഗ് അവയർനെസ്. എങ്ങനെയൊക്കെ അവയർനെസ് കൊണ്ട്, ലൈക്ക് എങ്ങനെയൊക്കെ അവർക്ക് അവയർനെസ് കൊണ്ടുവരാൻ പറ്റുക? മെയിൻലി പബ്ലിക് റാലീസ്, ഡെമോൺസ്ട്രേഷൻസ്, പിന്നെ ത്രൂ conducting street plays, തെരുവ് നാടകങ്ങൾ അല്ലെ നടത്തുക, പിന്നെ സോങ്സ്, പ്രസ് മീറ്റ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്യാം അല്ലെ? പിന്നെ വിമൻസ് മൂവ്മെന്റ്, റേസിംഗ് അവയർനെസ് ഉണ്ട്, പ്രൊട്ടസ്റ്റിംഗ് ഉണ്ട്, ക്യാമ്പയിനിങ് ഉണ്ട് അല്ലെ? റേസിംഗ് അവയർനെസ് എന്ന് പറയുമ്പോ there is എന്തൊക്കെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങള്? there is protesting, campaigning. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അല്ലെ? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്, പിന്നെ വിമൻസ് മൂവ്മെന്റിന്റെ ഓരോ സ്റ്റെപ്സ് ആണ്. റേസിംഗ് അവയർനെസ്, ലൈക്ക് എങ്ങനെയൊക്കെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം? ത്രൂ പബ്ലിക് റാലീസ്, ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് ത്രൂ കണ്ടക്ടിങ് സ്ട്രീറ്റ് പ്ലേസ് ആൻഡ് സോങ്സ് ആൻഡ് പ്രസ് മീറ്റ് അല്ലെ? സ്ട്രീറ്റ് പ്ലേസ് കണ്ടക്ട് ചെയ്തിട്ട്, സോങ്സ് കണ്ടക്ട് ചെയ്തിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? അവയർനെസ് കൊണ്ടുവരാം. ഓക്കെ, അത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. താങ്ക് യു.